ദേവ് ട്രാവൽ വേൾഡിൻ്റെ 126-ാമത്തെ വീഡിയോ. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ കോട്ടകളിലൊന്നായ ചിത്രദുർഗ ഫോർട്ടിലേക്കാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലയളവിൽ ചാലൂക്യരും ഹൊയ്സാലരുമാണ് ഇതിൻ്റെ പണി തുടങ്ങിവെച്ചത്. എന്നാൽ 15-18 നൂറ്റാണ്ടുകൾക്കിടയിൽ ദക്ഷിണേന്ത്യ ഭരിച്ച വിജയനഗര സാമ്രാജ്യ ഭരണകാലത്ത് ചിത്രദുർഗയിലെ നായകാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് കോട്ട ഇന്നത്തെ നിലയിൽ വികസിപ്പിച്ചത്. 1779-ൽ മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി കോട്ട പിടിച്ചെടുക്കുകയും കൂടുതൽ ബലപ്പെടുത്തുകയും ഉണ്ടായി. ശേഷം അധികാരത്തിൽ വന്ന ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താൻ്റെ കീഴിൽ വന്ന ഈ കോട്ട അദ്ദേഹത്തിൻ്റെ പതനത്തെ തുടർന്ന് 1799-ൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. കോട്ട വഴിയിൽ ഏവരെയും ത്രസിപ്പിക്കുന്ന അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു അസാമാന്യ പ്രതിഭയെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. മകര ജ്യോതി രാജ്. ചിത്രദുർഗ സ്വദേശിയായ ഇദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന റോക്ക് ക്ലൈംബർ ആണ്. 1-ാം ക്ലാസ്സിൽ വെറും 3 മാസം മാത്രം പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച ഈ അനാഥ ബാലൻ സ്വന്തം മാതൃഭാഷയായ കന്നഡയ്ക്ക് പുറമെ തമിഴും മലയാളവും ഇംഗ്ലീഷും തെറ്റില്ലാതെ സംസാരിക്കും. സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ലാതെ കുത്തനെയുള്ള ഏത് പാറകളിലും അള്ളിപ്പിടിച്ച് കയറാൻ ശേഷിയുള്ള ജ്യോതിരാജ് ഈ രംഗത്തെ ഏകലവ്യനാണെന്ന് പറയാം. കുരങ്ങനെ നിരീക്ഷിച്ചാണ് അദ്ദേഹം ഈ വിദ്യ സ്വായത്തമാക്കിയത് എന്നാണ് പറയുന്നത്. മങ്കി മാൻ എന്ന് പറഞ്ഞല്ല, ഞാൻ ഒരു വിതൗട്ട് സേഫ്റ്റി പാറയതിൽ വേൾഡ് ചാമ്പ്യൻ ആണ്. ഇപ്പോൾ ഒരു വാട്ടി നോക്കിക്കാട്ടോ உங்க நாட்டுல எனக்கு ஐ லவ் கேரளா. கேரளா இஸ் நாட் ஸ்டேட், இஸ் நேச்சுரல். ஐ லவ் கேரளா. നിങ്ങളുടെ നാട്ടോட പേരാണ് എനിക്ക്. എന്റെ ഫുൾ പേര് മകര ജ്യോതിരാജ്. പ്രസിദ്ധ ഹോളിവുഡ് തിരക്കഥാകൃത്ത് സ്റ്റാൻലി അദ്ദേഹത്തെ മങ്കി കിങ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ലോകം മങ്കി മാൻ എന്ന് വിളിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു ഈ യുവാവ്. മങ്കി മാൻ ഈസ് ക്ലൈംബിംഗ് ഓൺ ദ വാൾ. ಮಾಡ್ಬೇಕಂದ್ರೆ ಅಲ್ಲೆಲ್ಲಿ ಫೋನ್ ಪೇ ಅಂಟಿಸಿನಿ. ಇಷ್ಟ ಇದ್ರೆ ಹೆಲ್ಪ್ ಮಾಡ್ಬೇಕು. ಫೋನ್ ಪೇ ಅಡಿಸೋದ ಬೇಡ, ಇದೇ ಚೀಲ ಅಡಿಸಿದ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത്. മകര ജ്യോതിരാജ്. മകര ജ്യോതിരാജ്. മകര ജ്യോതിരാജ് സ്വദേശം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. കർണാടകയില് എല്ലി ಚಿತ್ರದುರ್ಗ. ಮಕರ ಜ್ಯೋತಿರಾಜ್ ಎಲ್ಲ ಬರೆಯೋದು ಮಂಕಿ ಮ್ಯಾನ್ ಅಂತ ಬರೆಯ. ಮಂಕಿ ಮ್ಯಾನ್. இந்த ஹல்க் ஒரு ஸ்பைடர்மேன் மூவி டைரக்டர் உண்டல்ல, அலெக்ஸ் கிராண்ட்லி ஜோசப்,
സ്റ്റാൻലി ആ സ്റ്റാൻലി അവർ എനിക്ക് കൊടുത്ത പേരാണ് മങ്കി മാൻ. മങ്കി മാൻ, മങ്കി കിങ്, മങ്കി കിങ്. മങ്കി കിങ് ആണ്. ഉങ്ങൾ ഊര് ഇങ്ങത്താൻ? ലോക്കലാണ്, ലോക്കൽ ലോക്കൽ കന്നഡ. ചിത്രದುർഗ. ചിತ್ರದುർഗ. ചിത്രದುർഗ ഡിസ്ട്രിക്ട് നെയിം. ഡിസ്ട്രിക്ട് അതിൽ ഫോർട്ടിൽ ഉണ്ട്. എൻ്റെ വീട് നിയർലി സിറ്റിയുള്ള പക്കത്തിലേക്ക്. പക്കത്തിലാണ്. ഇത് എത്ര നാളായി ഇത് സ്റ്റാർട്ട്? 2006 സ്റ്റാർട്ടായി. അന്ന് എത്ര ഏജ്? അപ്പൊ എനിക്ക് 18 വയസ്സായി. 18 വയസ്സിൽ ഇത് സ്റ്റാർട്ട് பண்ணி சூசைட் ட்ரை செய்ய. சூசைட் ட்ரை செய்து ஃபர்ஸ்ட் டைம் நான் சூசைட் ட்ரை செய்ய ஒரு பெரிய பாறையில ஏறி போய் சூசைட் செய்யப்போ அப்ப எல்லா ஆளுங்கெல்லாம் வந்து கிளாப் தட்டா. அடா இன்னைக்கு ஆள் வந்து நாளைக்கு அப்படின்னு திருச்சி வந்து இன்னைக்கு சாம்பியன் நான். അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റ്, ലാസ്റ്റ് അറ്റംപ്റ്റ്. ലാസ്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ്. പിന്നെ വന്നത് എങ്ങനെ? நான் அனாதையான, எனக்கு அப்பா அம்மா யாரும் கிடையாது. நான் சின்ன வயசுல மிஸ் ஆகி ഇവിടെ வந்து எப்படி வந்து எனக்கு நான் அறியல. அப்போ அனாதையாகி அப்புறம் சாம்பியன் ஆகி எல்லாம் இதாகி அப்புறம் இப்போ நானும் ஒரு 35 பிள்ளைங்க பெண்குட்டி ஆண்குட்டி எல்லாம் தத்தெடுத்து ட்ரைனிங் கொடுத்தோம். 35 என்னோட கிளப் உண்டு, அட்வென்ச்சர் மங்கி கிளப். அந்த கிளப் வச்சு இதுல நான் ட்ரைனிங் கொடுத்து நல்லா போலீஸ் மிலிட்ரி எல்லாம் போய் ஒரு 4-6 பொண்ணு பெண்குட்டி கல்யாணம் கழிச்சு கொடுத்தேன். 6 கேர்ள்ஸிന്റെ கல்யாணம் நான் கண்ணி கொடுத்தேன். நான் சின்ன சின்ன பெண்குட்டி எல்லாம் நான் தத்தெடுத்து ட்ரைனிங் கொடுத்து அப்புறம் கல்யாணம் கழிச்சு அனுப்பிவிட்டேன். അവരെല്ലാരും എന്താ ഊരുത്താ? ലോക്കൽ എല്ലാം ഈ നാട്ടുകാർ തന്നെ. നാട്ടുകാർ ഈ ഫുട്പാത്തിലെ സൊല്യൂഷൻ ഗാഞ്ച അടിച്ചിട്ട് പേപ്പർ പൊറിക്കിട്ട് ഉള്ള പിള്ളേങ്ക ഉണ്ടല്ലോ, അന്ത പിള്ള. പിന്നെ ഇത് പ്രാക്ടീസ് എങ്ങനെ പണി? ഇത് പ്രാക്ടീസ് ആയിട്ട് ഇത് എപ്പോ പ്രാക്ടീസ് ചെയ്ത് ഇത് ഒരു ചിന്ന വാക്കിംഗ്. ആരെങ്കിലും ഗുരു ഉണ്ടോ? ഇല്ല, ഞാൻ കുരങ്ങ് നോക്കി നോക്കി കുരങ്ങിനെ നോക്കിയിട്ട്. പ്രകൃതി എന്റെ മാസ്റ്റർ കുരങ്ങാണ്. കുരങ്ങാണ്. കയ്യിലെല്ലാം എന്താ നിങ്ങള് കൈ ചിന്ന ചിന്ന അരിവുണ്ട്, ബട്ട് ഫിംഗർ സ്ട്രെങ്ത് അരിവുണ്ട്. ഞാൻ പിടിച്ചു നോക്കിട്ട് വെരി സ്ട്രോങ്. ഓപ്പൺ ഹാൻഡിൽ തന്നെ ചെയ്യും. bare hand, no gloves, nothing, natural ആണ്. spikes ഇല്ല, ഇത് ക്ലൈംബിംഗ് ഷൂസ് ആ. climbing shoe, made in Spain, Spanish made. $200 US dollar. $200 in US dollar. No, it's $400. no nails. No, it's $400 US dollar. Plain surface. Yeah, it's not shoes, it's a second skin. രണ്ടാമത് തോൾ. தெரியும். ഇത് இல்ல பாறையை பிடிக்கிறதுக்கு இல்ல, இந்த கிரிப்பு கண்டல இதுல நம்ம கால் கரெக்டா பேலன்ஸ் ஜஸ்ட் போதும். பாடி பேலன்ஸ் கூட வேணும். body balance and your body is too much. ನಾನು ಜೋಗ್ ಫಾಲ್ಸ್ ಏನಿಲ್ಲ, ಅವಡ ಫಾಲ್ ಆಗಿ முன்னாடி 2018 ശ്രീദേവി 7 years back. ശ്രീദേவி இறந்த அன்னைக்கு அப்ப நான் ஃபால் ஆகி என்ன ஷோல்டர் இடுப்பெல்லாம் உடஞ்சு போய் அப்புறம் கோட்டயம் வந்து கோட்டைக்கல் வந்து அது மலப்புரம் டிஸ்ட்ரிக்ட். അവിടെ வந்து ട്രീറ്റ്മെന്റ് എടുത്ത് അവിടെ എത്ര നാൾ 3 months ട്രീറ്റ്മെന്റ്. அப்புறம் போய் ஒரு மந்த் അവിടെ പോയി തൃശ്ശൂരിൽ പോയി തടി കുറച്ച് അപ്പുറം തിരിച്ചു വന്നു. 140 kg ഉണ്ട് അവിടെ. തൃശ്ശൂർ പോയി 100 kg ആയി വന്നു. ഇപ്പൊ 95 kg. ഇപ്പൊ 95 kg. You are satisfied? Yeah. അപ്പോൾ ഫാമിലി എന്നാ കല്യാണം കളിക്കണം ഇല്ല, ട്രൈ பண்ணிട്ടില്ല. നെക്സ്റ്റ് മന്ത് കാണാം. എന്നോട് ചേച്ചിയുടെ പൊണ്ണുണ്ട്, സിസ്റ്റർ പൊണ്ണ്, അവിടെ കല്യാണം കഴിക്കണം. നെക്സ്റ്റ് മന്ത് നോക്കാം. ട്രൈ. ഫസ്റ്റ് ഹിസ്റ്ററി, സെക്കൻഡ് മാരേജ്. ഹിസ്റ്ററി. വേൾഡ് റെക്കോർഡോ ഇന്ത്യൻ റെക്കോർഡോ നാഷണൽ റെക്കോർഡോ? വേൾഡ് റെക്കോർഡ് 1 time. ആൾറെഡി എല്ലാം ആയി വേൾഡ് റെക്കോർഡ് അല്ല. ഇപ്പൊ വേൾഡ് ടോപ്പില് അലൻ റോബോട്ട് ഫ്രാൻസ്, അലക്സ് അർണോൾഡ് USA, ജ്യോതിരാജ് ഫ്രം ഇന്ത്യ. 3 ആളാണ്.
വേൾഡില് 3 people ലോകത്തിലെ. അപ്പൊ ഇപ്പൊ അലക്സ് അർണോൾഡ്, Alex Alain Rapport is the best climber, is a senior. Alex Arnold USA. Our marriage കളിച്ച് ഇപ്പൊ സ്റ്റോപ്പ് ആയി ക്ലൈംബിംഗ് സ്റ്റോപ്പ് ആക്കി. അപ്പൊ ഇനി 2 പേരേ ഉള്ളൂ ക്ലൈം ചെയ്യുന്നവര്, ഒന്ന് ഉങ്ങളും ഒന്ന്. ബട്ട് ഇന്ത്യയിലെ സ്പോർട്സിക്ക് അവളെ സപ്പോർട്ട് കമ്മി. മേലെ കടകളുണ്ട്. യോസെമിറ്റി നാഷണൽ പാർക്കില് பட் எனக்கு பெர்மிஷன் இல்ல. அது பெர்மிஷன் இல்ல. நான் അവിടെ പോയി അവനക്ക് 14 വർഷം ട്രെയിനിങ് അത് എനിക്ക് 3 monthsல ഫിനിഷ് ചെയ്യും. ബട്ട് സപ്പോർട്ട് ഇല്ല. അത് ധാരാളം ആളുകൾ വേൾഡിലെ யாரும் ஃபால்ஸ் யாரும் செய்யல. நான் தான் வேர்ல்ட் ஃபால்ஸ் ஜோக் ஃபால்ஸ் ஏறி ஃபர்ஸ்ட் டைம் வேர்ல்ட்ல யாரும் யாருமே இல்ல. உங்கள் மாத்திரம். நான் தான் ஃபர்ஸ்ட். அது ஏது வருஷம்? நான் ஜோக் ஃபால்ஸ்ல 70-80 டைம் கிளைம்பிங் செய்யும். 18 டைம், 1 டைம் இல்ல, 18 டைம். அதுல 13 வாரி பணம் தூக்கி ஏறும். ஃபாலா என்னப்போ பணம் தூக்கி ஏறி ரெஸ்கியூ எல்லாம் செய்யும். நோ ஹெல்பர்ஸ். எனக்கு ஹிஸ்டரி நோ லைஃப். Yeah, very brave man. But I'll respect you in Kerala. Kerala is not state; it's a natural. Yeah, you come to our place. Yeah, I love Kerala. Just make a call. എന്റെ പേര് മക്കര ജ്യോതി രാജാണ്. നല്ല പേര്. ഉങ്ങള് കേരള നാട്ടു പേര്. കേരളയില് വന്നാല് നമ്മൾ എല്ലാം കേരള പേരാണ്. നല്ല ജ്യോതിരാജ്. ജ്യോതിരാജ് മലയാളം പേര്. മലയാള പേര്. ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. വെരി ഹാപ്പി. വി ആർ ഓൾ വെരി ഹാപ്പി. അവർ ടീം ആർ ഓൾ വെരി ഹാപ്പി. താങ്ക് യു. അമേരിക്കൻ ഐക്യനാട്ടിലെ കാലിഫോർണിയയിലെ യോസെമിറ്റി നാഷണൽ പാർക്ക്. ഈ ദേശീയോദ്യാനത്തിൽ നമുക്ക് മുന്നിലായി കുത്തനെ നിൽക്കുന്ന ഈ പാറ എൽ കപ്പിത്താൻ കയറുക എന്നുള്ളതാണ് ജ്യോതിരാജിൻ്റെ സ്വപ്നം. 3000 അടിയോളം ഉയരമുള്ള എൽ കപ്പിത്താൻ ആദ്യമായി വെറും കൈയോടെ കയറിയത് 2017 അമേരിക്കക്കാരനായ അലക്സ് ഹൊണാൾഡ് ആണ്. 2018 ഓസ്കാർ അവാർഡ് നേടിയ ഫ്രീ സോളോ എന്ന ഡോക്യുമെൻ്ററി ചലച്ചിത്രം സോളോ റോക്ക് ക്ലൈംബറായ അലക്സ് ഹൊണാൾഡിൻ്റെ ഈ ഉദ്യമം ചിത്രീകരിച്ചിട്ടുണ്ട്. 2023 ഞങ്ങൾ കുടുംബസമേതം യോസെമിറ്റി നാഷണൽ പാർക്ക് സന്ദർശിച്ചപ്പോൾ വവോണ ടണലിൻ്റെ സമീപത്ത് മണിക്കൂറുകളോളം കോടമഞ്ഞ് ഒഴിഞ്ഞ എൽ കപ്പിത്താൻ കിട്ടാൻ കാത്തിരുന്ന് ചിത്രീകരിച്ചതാണ് ഈ വീഡിയോ. ഏറെ ശ്രമകരമായ ഈ ഏകശിലാസ്തംഭം കയറുന്നതിനിടയിൽ 31 പേർ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാഹസികനായ ജ്യോതിരാജിന് എൽ കപ്പിത്താൻ കയറാനും വിജയിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ജ്യോതിരാജിന്റെ പ്രകടനം വീക്ഷിക്കാം. എത്ര സെക്കൻഡിലേറെ உங்களுக்கு சான்ஸ்? How many seconds will give? 10 seconds. seconds. എത്ര സെക്കൻഡ്? ನಿಮಗೆ ಕೇಳ್ತಿರೋದು ಹೆಂಗೆ ಪರಂಜ ಸರ್? എത്ര സെക്കൻഡ്? 10 സെക്കൻഡാ 15 സെക്കൻഡാ? വേണ്ട, യു ട്രൈ. ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു. ನಿಮ್ಗೆ ಎಷ್ಟು ಕಡಿಮೆ ಮಾಡಕ್ ಬರುತ್ತೆ ಅಷ್ಟು ಮಾಡಿ. എത്ര സെക്കൻഡ്? 15 seconds. 40 അടി ഉയരമുള്ള ഈ മതിൽ എത്ര സെക്കൻഡ് കൊണ്ട് കയറണമെന്ന് ഞാൻ തന്നെ പറയണമെന്ന അദ്ദേഹത്തിന്റെ ശാഠ്യത്തിന് ഞാൻ വഴങ്ങി. എന്നാൽ വെറും 9 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ഈ മതിൽ കയറി.
ಕ್ಲೈಂಬಿಂಗ್ ಉಂಟು, ಡೌನ್ ಕ್ಲೈಂಬಿಂಗ್ ಯಾರು ചിത്രദുർഗ കോട്ടയുടെയും ഹംപിയുടെയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.